വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ ഫേസ് ഇക്വിലിബ്രിയ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കാം. അപ്പോൾ ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിസ്റ്റംസ് ഹാവിങ് ഓൺലി വൺ ഫേസ്. ഓക്കെ, ഒരു ഫേസ് മാത്രമുള്ള സിസ്റ്റത്തെ നമ്മൾ ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറയാം. മോർ ദാൻ വൺ ഫേസ് ആണെങ്കിൽ നമ്മൾ ഹെട്രോജീനിയസ് സിസ്റ്റം എന്ന് പറയും. അതുപോലെ ഇക്വിലിബ്രിയം, ഫിസിക്കൽ ഇക്വിലിബ്രിയമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ് ഫേസ് ഇക്വിലിബ്രിയം വരുന്നത്. അപ്പോൾ അതിൽ സ്റ്റേബിൾ ആൻഡ് മെറ്റാസ്റ്റേബിൾ ഇക്വിലിബ്രിയം ഉണ്ട്. സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ അതാണ് ആ സിസ്റ്റത്തിൻ്റെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്. അത് മാത്രമല്ല, ഇറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ഫ്രം ഐദർ ഡയറക്ഷൻ. രണ്ട് ഡയറക്ഷനിലൂടെ എന്ത് ചെയ്യാം? അച്ചീവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ H2O ലിക്വിഡ്, H2O വേപ്പർ, അല്ലെങ്കിൽ H2O ഗ്യാസ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു സ്റ്റേബിൾ ഇക്വിലിബ്രിയാണ്. പിന്നെ ഇത് രണ്ട് ഡയറക്ഷനിൽ നമുക്ക് അറ്റൈൻ ചെയ്യാം. H2O ഗ്യാസ് എടുത്തിട്ട് വേപ്പർ എടുത്തിട്ട് ഇക്വിലിബ്രിയത്തിലേക്ക് എത്താം. H2O ലിക്വിഡ് എടുത്തിട്ട് നമുക്ക് ഈ ഇക്വിലിബ്രിയത്തിലേക്ക് അറ്റൈൻ ചെയ്യാം. ഇനി മെറ്റാസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. ആ സിസ്റ്റത്തിൻ്റെ ഏറ്റവും സ്റ്റേബിൾ സ്റ്റേറ്റ് ഒന്നുമല്ല, അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. അതുപോലെ ഇറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ഓൺലി ഫ്രം എ പെർട്ടിക്കുലർ ഡയറക്ഷൻ, എ പെർട്ടിക്കുലർ വേ. ഒരു പെർട്ടിക്കുലർ വേയിലൂടെ മാത്രമേ അത് അറ്റൈൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ വാട്ടർ അറ്റ് -3 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ ദാറ്റ് -3 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുക. പക്ഷെ നമ്മൾ വളരെ ലിക്വിഡ് സ്റ്റേറ്റ് അല്ല, ഐസായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. അതായത് സോളിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുക. പക്ഷെ നമ്മൾ വളരെ സ്ലോ ആയിട്ട് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ എന്ത് ചെയ്യാം? -3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂൾ ചെയ്ത് ലിക്വിഡ് സ്റ്റേറ്റ് കൊണ്ടുപോകാം. നമ്മളതിനെ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നാണ് പറയാം. അതൊരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്, മെറ്റാസ്റ്റേബിൾ ഇക്വിലിബ്രിയാണ്. എന്തെങ്കിലും പെർട്ടർബൻസ് വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? ഡിസ്ട്രോയ് ചെയ്യപ്പെടും. അപ്പോൾ വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ് മെറ്റാസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇനി ഫേസ് റൂൾ. ഫേസ് റൂൾ എന്ന് പറയുന്നത് ഈക്വേഷൻ ആണ്. എന്താണ് ഫേസ് റൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ എഫ്, അതായത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, എഫ് ഈസ് എ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ആൻഡ് സി ഈസ് ദ നമ്പർ ഓഫ് കോമ്പണൻസ്, and P number of phases. ഇവർ തമ്മിലുള്ള റിലേഷനാണ് ഫേസ് റൂൾ എന്ന് വിളിക്കുന്നത്. ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. F ഈസ് ഈക്വൽ ടു C - P + 2 ആണ്. F എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്, C നമ്പർ ഓഫ് കോമ്പണൻസ് ആണ്, നമ്പർ ഓഫ് ഫേസസ് ആണ് P. അപ്പോൾ F ഈസ് ഈക്വൽ ടു C - P + 2. ദാറ്റ് ഈസ് ഫേസ് റൂൾ. നമുക്കിത് ഓരോ ടേംസും നമുക്ക് വിശദമായി നോക്കാം. ഫേസ് എന്താ നോക്കാം ആദ്യം. ഒരു ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹോമോജീനിയസ്, ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് മെക്കാനിക്കലി സെപ്പറബിൾ പാർട്ട് ഓഫ് ദ സിസ്റ്റം ഹാവിങ് ഡെഫിനിറ്റ് ബൗണ്ടറി സർഫസ്. ഓക്കെ, അപ്പോൾ ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള, ഹോമോജീനിയസ് ആയ ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള, മെക്കാനിക്കലി സെപ്പറബിൾ ആയിരിക്കണം. അതുപോലെ ഡെഫിനിറ്റ് ആയിട്ട് എന്തുണ്ടാവണം? ബൗണ്ടറി ഉള്ള ഒരു സ്റ്റേറ്റിനാണ് എന്ത് വിളിക്കുക? ഒരു ഫേസ് എന്ന് വിളിക്കുക. നമുക്ക് ഓരോ വിഷയമായി നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഐസ്, വാട്ടർ വേപ്പർ ഇക്വിലിബ്രിയം. ഇവിടെ എത്ര ഫേസ് ഉണ്ട്? ഐസ് എന്ന് പറയുന്ന സോളിഡും വാട്ടർ എന്ന ലിക്വിഡും ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആണ്, സെപ്പറേറ്റബിൾ ആണ്, കൃത്യമായ ബൗണ്ടറി ഉണ്ട്. അതുപോലെ വാട്ടർ ലിക്വിഡും വാട്ടർ വേപ്പറും തമ്മിൽ കൃത്യമായി ബൗണ്ടറി ഉണ്ട്, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടൊരു പാർട്ടാണ്. അപ്പോൾ ഇത് മൂന്ന് ഫേസ് ആണ്. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫേസുകളാണ്, 3 ഫേസാണിത്. അതേപോലെ ഇപ്പോൾ കാൽഷ്യം കാർബണേറ്റ് സോളിഡ് ഡീകമ്പോസ് ചെയ്ത് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാകുന്ന റിയാക്ഷൻ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തിരിക്കാം. സപ്പോസ് ദിസ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. അപ്പോൾ ഇവിടെ നമ്മൾ കാൽഷ്യം കാർബണേറ്റ് സോളിഡ് ആണ്, കാൽഷ്യം ഓക്സൈഡും സോളിഡ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. അപ്പോൾ സോളിഡ് ഗ്യാസ് എന്ന് വിചാരിച്ച് 2 ഫേസ് എന്ന് പറയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ 3 ഫേസ് ഉണ്ട്. കാരണം ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന സ്റ്റേറ്റ്, അങ്ങനെ ഫിസിക്കൽ സ്റ്റേറ്റ് പോലെ സോളിഡ് ലിക്വിഡ് ഗ്യാസ് എന്നല്ല. ഫേസ് എന്ന് പറയുന്നത് ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള, മെക്കാനിക്കലി സെപ്പറബിൾ ആയിട്ടുള്ള, കൃത്യമായ ബൗണ്ടറി ഉള്ള സ്റ്റേറ്റ് ആണ് ഒരു ഫേസ്. അങ്ങനെ ആകുമ്പോൾ കാൽഷ്യം കാർബണേറ്റ് സോളിഡും കാൽഷ്യം ഓക്സൈഡ് സോളിഡും 2 ഫേസാണ്. കാരണം രണ്ടും ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആണ്,
സെപ്പറബിൾ ആണ്, കൃത്യമായ ബൗണ്ടറി ഉണ്ട്. അതുകൊണ്ട് രണ്ട് ഫേസാണ്, കാർബൺ ഡൈ ഓക്സൈഡ് മൂന്നാമത്തെ ഫേസ്. അപ്പോൾ ഇവിടെ 3 ഫേസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും 2 സോളിഡുകൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ഫേസ് അല്ല, 2 ഫേസാണ്, 2 സോളിഡ്. പക്ഷേ 2 ലിക്വിഡുകൾ മിക്സ് ചെയ്താൽ അതൊരു ഫേസാണ്. നോക്കാം നമ്മൾ. ഇപ്പോൾ 1 ലിക്വിഡ് ലെയർ ആണെങ്കിൽ ഓൾവേസ് 1 ഫേസ് ആയിരിക്കും. ഉദാഹരണത്തിന് ഷുഗർ സൊല്യൂഷൻ, അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഡിസോൾവ് ചെയ്ത ഷുഗർ സൊല്യൂഷൻ, അത് 1 ഫേസാണ്. കാരണം നമുക്ക് ഷുഗറും അവിടെ വാട്ടറും കൂടി നമുക്ക് എന്തെങ്കിലും വല്ല സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, അവർ തമ്മിൽ ബൗണ്ടറി ഇല്ല, ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് അല്ല, രണ്ടും ഒന്നായി ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് അത് ഒരു 1 ഫേസാണ്. അതുപോലെ 2 മിസിബിൾ ലിക്വിഡ്, 2 മിസിബിൾ ലിക്വിഡ്സ്, ഇപ്പോൾ വാട്ടർ എത്തനോൾ മിസിബിൾ ആയി കഴിഞ്ഞാൽ അവർ തമ്മിൽ എന്തില്ല, ബൗണ്ടറി ഇല്ല, ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് അല്ല, സെപ്പറബിൾ അല്ല. അതുകൊണ്ട് ദാറ്റ് ഈസ് ഓൾസോ 1 ഫേസ്. നേരെ മറിച്ച് 2 ഇമ്മിസിബിൾ ലിക്വിഡ് ലൈസ്, ഇപ്പോൾ വാട്ടർ ആൻഡ് ക്ലോറോഫോം അല്ലെങ്കിൽ വാട്ടർ ആൻഡ് CCl4, ഇത് 2 ഇമ്മിസിബിൾ ആയതുകൊണ്ട് രണ്ട് സെപ്പറേറ്റ് ആയി നിൽക്കുക, കൃത്യമായ ബൗണ്ടറിയിൽ സെപ്പറേറ്റ് നിൽക്കും, ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് 2 ഫേസാണ്, അത് 2 ഫേസാണ്. എ മിക്സർ ഓഫ് 2 or more ഗ്യാസസ്, 2 അതിൽ കൂടുതലോ ഗ്യാസസ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് നമുക്ക് കൃത്യമായ ബൗണ്ടറി ഉണ്ടാവില്ല, ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കില്ല, മിക്സ് ചെയ്തിട്ട് ഉണ്ടാവുക. അതെപ്പോഴും ഹോമോജീനസ് ആയിരിക്കും, അത് 1 ഫേസ് ആയിരിക്കും. ഓക്കെ. ഇനി എന്താണ് കോമ്പണൻസ്? കോമ്പണൻസ് പറയുന്നത് സ്മോളസ്റ്റ് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കോൺസ്റ്റിറ്റ്യുവൻസ്, സ്മോളസ്റ്റ് നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസ് by means of which the composition of each phase can be expressed either directly or in the form of equation. Okay, ഇപ്പോൾ number of components പറഞ്ഞാൽ number of independent constituents by means of which composition of each phase can be expressed. അതായത് ഓരോ ഫേസിൻ്റെയും കോമ്പോസിഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിനെയാണ് എന്ത് വിളിക്കുക, കോമ്പണൻറ്റുകൾ വിളിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഈ ഇക്വിലിബ്രിയം നോക്കുക, ഐസ്, വാട്ടർ വേപ്പർ ഇക്വിലിബ്രിയം. ഓക്കെ, ഈ ഇക്വിലിബ്രിയത്തിൽ ഐസ് സോളിഡ്, വാട്ടർ ലിക്വിഡ്, വാട്ടർ വേപ്പർ ഗ്യാസ്, ഇത് 3 ഫേസാണ്. പക്ഷേ ഫേസ് നോക്കും 3 ഫേസാണ്, പക്ഷേ ഇവിടെ ഒരു കോമ്പണൻറ്റേ ഉള്ളൂ. കാരണം ഐസ് മാത്രമേ ഉള്ളൂ, വാട്ടർ എന്ന് പറയുന്ന ഒരു കോമ്പണൻറ്റ് മാത്രമായതുകൊണ്ട് അതിൻ്റെ കോമ്പോസിഷൻ, അതിൻ്റെ കോൺസെൻട്രേഷൻ എല്ലാത്തിലും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഒറ്റ കോൺസെൻട്രേഷൻ ടേമേ ഉള്ളൂ, കോമ്പോസിഷൻ ഫിക്സഡ് ആണ് എല്ലാത്തിലും. അതുകൊണ്ട് ഇറ്റ് ഇസ് എ 1 കോമ്പണൻറ്റ് സിസ്റ്റം. 1 കോമ്പണൻ്റ് ആണ്, പക്ഷേ 3 ഫേസ് ഉണ്ട്. കോമ്പണൻറ്റ് 1 ഉള്ളൂ, 1 കോമ്പണൻറ്റ് സിസ്റ്റമാണ്. അതേപോലെ സൾഫർ റോംബിക് ഇക്വിലിബ്രിയം വിത്ത് സൾഫർ മോണോക്ലിനിക്, ഇക്വിലിബ്രിയം വിത്ത് സൾഫർ ലിക്വിഡ്, ഇക്വിലിബ്രിയം വിത്ത് സൾഫർ ഗ്യാസ്. അല്ലേ, സൾഫറിൻ്റെ 2 ഫോംസാണ്, റോംബിക്കും മോണോക്ലിനിക്കും, സൾഫർ ലിക്വിഡും സൾഫർ ഗ്യാസും. അപ്പോൾ ശരിക്കും പറയുന്ന ഫേസ് നോക്കുകയാണെങ്കിൽ 4 ഫേസ് ഉണ്ട്. ഇത് 2 സോളിഡ് ഫേസുകൾ, ഒരു ലിക്വിഡ്, ഒരു ഗ്യാസ്. പക്ഷേ ഇവിടെ കോമ്പണൻസ് സി എത്രയേ ഉള്ളൂ, 1 ഉള്ളൂ. കാരണം എല്ലാത്തിലും സൾഫറാണ്, സൾഫർ മാത്രമേ ഉള്ളൂ, ഒരു കോമ്പണൻറ്റേ ഉള്ളൂ. ഓക്കെ. നേരെ മറിച്ച് അക്വസ് സൂക്രോസ് സൊല്യൂഷൻ, ഇതിൻ്റെ കോമ്പോസിഷൻ ഫിക്സ് ചെയ്യണമെങ്കിൽ, കോമ്പോസിഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് 2ൻ്റെയും അളവ് വേണം, വാട്ടറും വേണം, അതുപോലെ സൂക്രോസിൻ്റെയും എമൗണ്ട് പറഞ്ഞാലേ ഇതിൻ്റെ കോമ്പോസിഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇറ്റ് ഈസ് എ 2 കോമ്പണൻറ്റ് സിസ്റ്റം. ഇത് 2 കോമ്പണൻ്റുള്ള സിസ്റ്റമാണ്. അതായത് വാട്ടറിൻ്റെ കോമ്പോസിഷനും പറയണം, എമൗണ്ടും പറയണം, സൂക്രോസിൻ്റെ എമൗണ്ടും പറയണം. ഇനി കെമിക്കൽ റിയാക്ഷനുകളിൽ നമ്പർ ഓഫ് കോമ്പണൻസ് കാണുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അവിടെ നമുക്കൊരു ഇക്വേഷൻ ഉപയോഗിച്ച് അത് കണ്ടുപിടിക്കാം. ഇൻ കെമിക്കൽ റിയാക്ഷൻസിൽ നമ്പർ ഓഫ് കോമ്പണൻസ് കാണുന്ന ഇക്വേഷനാണ് C=n-e. ഈ സാധനം നമുക്ക് വേണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണിത്, n-e. വളരെ സിമ്പിൾ ഇക്വേഷനാണ്. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻസ്, എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കെമിക്കൽ സ്പീഷീസ്. n ഈസ് ദ നമ്പർ ഓഫ് കെമിക്കൽ സ്പീഷീസ് ഇൻ ദ സിസ്റ്റം. ഓക്കെ, E ഈസ് ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ. നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷനാണ് E. നോക്കാം, നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കാം. കാൽഷ്യം കാർബണേറ്റ് സോളിഡ് ഇക്വിലിബ്രിയം വിത്ത് കാൽഷ്യം ഓക്സൈഡ് സോളിഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എത്ര കോമ്പണൻ്റ് ഉണ്ട്? കാൽഷ്യം കാർബണേറ്റ് ഉണ്ട്, കാൽഷ്യം ഓക്സൈഡ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. 3 കോമ്പണൻ്റ് എന്ന് പറയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ C=n-e എന്നാണ്. ഇവിടെ നമ്പർ ഓഫ് കെമിക്കൽ സ്പീഷീസ് 3 ഉണ്ട്, മൈനസ് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഈ ഇക്വേഷനാണ് E. അപ്പോൾ 1, അപ്പോൾ 2 കോമ്പണൻറ്റ് സിസ്റ്റം. ഇത് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതങ്ങനെ വരാൻ കാരണം ഇവിടെ കാൽഷ്യം ഓക്സൈഡിൻ്റെ അളവും കാർബൺ ഡൈ ഓക്സൈഡ് അളവും സെയിം ആയിരിക്കുമല്ലോ. കാരണം കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്തിട്ടാണ് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവുന്നത്.
അപ്പോൾ ഇത് ഏതെങ്കിലും ഒന്നിൻ്റെ അളവ് പറഞ്ഞാൽ മതി, കാരണം മറ്റേത് ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് കോമ്പണൻസ് പറഞ്ഞാൽ നമ്പർ ഓഫ് കോമ്പണൻസ് അല്ലേ, അതിൻ്റെ കോമ്പോസിഷൻ, അതിൻ്റെ നമ്പർ ഓഫ് കോമ്പണൻസ് നീഡഡ് ടു എക്സ്പ്രസ് ദി കോമ്പോസിഷൻ ഓഫ് ഈച്ച് ഫേസ്. ഓരോ ഫേസിൻ്റെയും കോമ്പോസിഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ട സ്മോളസ്റ്റ് നമ്പർ ഓഫ് കോമ്പണൻസ് ആണ് ഇത് നമ്പർ ഓഫ് കോമ്പണൻസ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു കോമ്പണൻ്റ് എമൗണ്ട് പറഞ്ഞാൽ മറ്റേത് ഫിക്സ്ഡ് ആണ്. അതുകൊണ്ട് 3 വരില്ല, 2 വരും. ഇപ്പോൾ നമ്പർ ഓഫ് കോമ്പണൻസ് ഇവിടെ 2 ഉള്ളൂ. അതേപോലെ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ NH4Cl ഡീകമ്പോസ് ചെയ്തിട്ട് അമോണിയ ഗ്യാസും HCl ഗ്യാസും ഉണ്ടാവുന്നു അല്ലേ. ഇവിടെയും നമുക്ക് 3 കെമിക്കൽ സ്പീഷീസ് ഉണ്ട്. പക്ഷേ ഇവിടെയും നമ്മൾ ആ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ C=N-E. അപ്പോൾ 3 കെമിക്കൽ സ്പീഷീസ് ഉണ്ട്, 3 മൈനസ് ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ട്. ഈ റിലേഷൻ E1 ഒരു റിലേഷനാണ്. അപ്പോൾ 3 - 1 = 2. ഇതും 2 കോമ്പണൻറ്റ് സിസ്റ്റം. ഓക്കെ, ഇവിടെ ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ അമോണിയം ക്ലോറൈഡ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് അമോണിയ ഗ്യാസ് HCl ഗ്യാസ്. ആൻഡ് ആൾസോ ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും, ദർ ഈസ് എ റിലേഷൻ ദർ ഈസ് PNH3 = PHCl. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് അമോണിയ ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് ആർ ഈക്വൽ. അപ്പോൾ ഇവിടെ 2 റിലേഷനായി. ഇതൊരു റിലേഷനാണ്, ഇത് വേറെ റിലേഷനാണ്. അപ്പോൾ 2 റിലേഷൻ വരുമ്പോൾ അപ്പോൾ ഇവിടെ C = 3 - 2 വരും. അപ്പോൾ ഇത് 1 കോമ്പണൻറ്റ് സിസ്റ്റം ആയിട്ട് മാറും. ഓക്കെ, ഇനി എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് സച്ച് എസ് ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കോമ്പോസിഷൻ which must be specified in order to define the system completely. ആ സിസ്റ്റത്തെ കംപ്ലീറ്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ട ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, ടെമ്പറേച്ചർ, പ്രഷർ, കോമ്പോസിഷൻ പോലുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനാണ് വിളിക്കുന്നത് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയാം. ഓക്കെ, ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് കംപ്ലീറ്റ്ലി ഡിഫൈൻ ചെയ്യാൻ വേണ്ട ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, ദാറ്റ് ഈസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വാട്ടർ വേപ്പർ ഇക്വിലിബ്രിയം, വാട്ടർ വേപ്പർ ഇക്വിലിബ്രിയം ഈ ഒരു സ്റ്റേറ്റിൽ നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ പ്രഷർ ഏതെങ്കിലും ഒന്ന് അറിഞ്ഞാൽ മതി. കാരണം ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വാട്ടർ വേപ്പറിൻ്റെ പ്രഷർ ഫിക്സ്ഡ് ആണ്, അല്ലെങ്കിൽ പെർട്ടിക്കുലർ വാട്ടർ പേപ്പറിൻ്റെ പ്രഷർ വരുന്നത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് അല്ലേ, ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷർ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ തന്നെ സിസ്റ്റത്തിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഡിഫൈൻഡ് ആയിരിക്കും, സ്റ്റേറ്റ് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് ഇത് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇത് 1 ആണ്. നമ്മളതിനെ മോണോവേരിയൻ്റ് എന്ന് വിളിക്കും. മോണോവേരിയൻറ്റ് 1 നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 വരിക. ഓക്കെ, നേരെ കുറച്ച് ഐസ്, വാട്ടർ വേപ്പർ ഇത് 3 കൂടി ഇക്വിലിബ്രിയം. ഐസ്, വാട്ടർ വേപ്പർ ഇക്വിലിബ്രിയം. ഇവിടെ നമുക്കറിയാം ഇത് 3 ഇക്വിലിബ്രിയത്തിലാവുന്നത് ഓൺലി അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ആൻഡ് പെർട്ടിക്കുലർ പ്രഷർ. ഇവിടെ ഈ രണ്ടിടത്തും കോമ്പോസിഷൻ ആവശ്യമില്ല, കാരണം എല്ലാം 1 കോമ്പണൻറ്റ് സിസ്റ്റം ആയതുകൊണ്ട് കോമ്പോസിഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കുമല്ലോ, കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ഇനി ഇവിടെ ഈ കേസിൽ ഐസും വാട്ടർ വേപ്പറും ഇക്വിലിബ്രിയത്തിൽ വരണമെങ്കിൽ ടെമ്പറേച്ചറും പ്രഷറും ഫിക്സ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 0 ആണ് അല്ലേ. കാരണം ഈ ഒരു സ്റ്റേറ്റിനെ പറയുമ്പോഴേക്ക് തന്നെ അത് ഫിക്സ്ഡ് ആണ്, നമുക്കത് പ്രത്യേകിച്ച് വേറെ ഒന്നും ആവശ്യമില്ല. ഐസ്, വാട്ടർ വേപ്പർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചറും പ്രഷറും എന്താണ്, ഏതാ ടെമ്പറേച്ചർ ഏതാ പ്രഷർ എന്ന് അവിടെ ഫിക്സ്ഡ് വാല്യൂ ആണ്. അതുകൊണ്ട് F0 ആണ് ഇവിടെ, അതായത് ഇത് ഇൻവേരിയൻ്റ് ആണ്. ഇനി ഗ്യാസ്, ഒരു പെർട്ടിക്കുലർ ഗ്യാസ് അതിൻ്റെ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ വി നീഡ് 2 വേരിയബിൾസ്, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഒരു ഗ്യാസ് മിക്സർ ഓഫ് ഗ്യാസ് അല്ല, ഒരു ഗ്യാസ് മാത്രം. മിക്സർ ഗ്യാസ് ആകുമ്പോൾ അതിൻ്റെ കോമ്പോസിഷൻ കൂടി വരും, 3 വേരിയബിൾ വരും. പക്ഷെ ഇവിടെ ഒരു ഗ്യാസ് മാത്രമാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്, ഓരോ ടെമ്പറേച്ചർ ഓരോ പ്രഷർ ആയിരിക്കുമല്ലോ. ടെമ്പറേച്ചർ മാത്രം അറിഞ്ഞാൽ നമുക്ക് പ്രഷർ പറയാൻ കഴിയില്ല, അപ്പോൾ ടെമ്പറേച്ചറും പ്രഷറും അറിയണം. അതുകൊണ്ട് ഇതിവിടെ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2 ആണ്. ഓക്കെ, ഇനി കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ഫേസസ്. ഈ ഫേസുകൾ തമ്മിലുള്ള ഇക്വിലിബ്രിയത്തിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസ്. ഒന്ന് തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയത്തിലുള്ള ഫേസുകളുടെ ടെമ്പറേച്ചർ സെയിം ആയിരിക്കും, T1 = T2 ആയിരിക്കും. അതിൻ്റെ ഡെറിവേഷനിൽ പോകുന്നത് നമുക്കത് ആവശ്യമില്ല, ഇത് പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ്, പോയിൻ്റ് അറിഞ്ഞു വെക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ഫേസുകൾ തമ്മിൽ ഇക്വിലിബ്രിയം ആകുമ്പോൾ ടെമ്പറേച്ചർ എല്ലാ ഫേസിലും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതേപോലെ
മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ആ ഫേസിൻ്റെ എല്ലാ ഫേസിലുള്ള പ്രഷർ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ 2 ഫേസ് ആണെങ്കിൽ രണ്ടിൻ്റെയും പ്രഷർ തുല്യമായിരിക്കും. ഇനി കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഓരോ ഫേസിലുള്ള ഓരോ കോമ്പണൻറ്റിൻ്റെയും കെമിക്കൽ പൊട്ടൻഷ്യൽ അഥവാ പാർഷ്യൽ മോളാർ ഫ്രീ എനർജി എന്ന് പറയുന്ന മ്യൂ എന്ന് പറയുന്ന സാധനം സെയിം ആയിരിക്കും. മ്യൂ ഐ ഓഫ് ഈച്ച് കോമ്പണൻറ്റ് ഈസ് സെയിം ഇൻ ഓൾ ഫേസസ്. മ്യൂ ഐ ഇസിക്വൽ ടു മ്യൂ ഐ ഡാഷ്. ഇപ്പോൾ ith കോമ്പണൻറ്റിൻ്റെ ഒരു ഫേസിൽ മ്യൂ ഐ ആണ് എൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ എങ്കിൽ മറ്റേ ഫേസിൽ മ്യൂ ഐ ഡാഷും അത് രണ്ട് സെയിം ആയിരിക്കും. ഓരോ കോമ്പണൻറ്റിനും ഓരോ ഫേസിലുള്ള കെമിക്കൽ പൊട്ടൻഷ്യൽ വാല്യൂ സെയിം ആയിരിക്കും. നമുക്കത് ഡിറൈവ് ചെയ്യാം, പ്രൂവ് ചെയ്യാം, നോക്കാം. ചിലപ്പോൾ അത് അതിൻ്റെ പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. കൺസിഡർ എ സിസ്റ്റം ഓഫ് 2 ഫേസസ്. 2 ഫേസുള്ള ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യാം. 2 ഫേസ് മാത്രം, സിമ്പിളായിട്ട് ഒരു സിസ്റ്റം, 2 ഫേസ്. പക്ഷേ n കോമ്പണൻസ് ഉണ്ട്, n കോമ്പണൻറ്റ്. അപ്പോൾ അത് ഓരോ കോമ്പണൻറ്റിൻ്റെയും കെമിക്കൽ പൊട്ടൻഷ്യൽ ഓരോ ഫേസിലും μ1 μ2. ഫസ്റ്റ് ഫേസിൽ ഒന്നാമത്തെ ഫേസിൽ ഒന്നാമത്തെ കോമ്പണൻറ്റ് μ1 ആണ് കെമിക്കൽ പൊട്ടൻഷ്യൽ, രണ്ടാമത്തെ കോമ്പണൻറ്റ് μ2, അങ്ങനെ എക്സെട്ര അങ്ങനെ പോകുന്നു. രണ്ടാമത്തെ ഫേസിൽ 2 ഫേസല്ലേ ഉള്ളൂ. രണ്ടാമത്തെ ഫേസിൽ μ1 ഡാഷ് μ2 ഡാഷ്, അങ്ങനെയാണ് ഓരോ കോമ്പണൻസിൻ്റെയും കെമിക്കൽ പൊട്ടൻഷ്യൽ വിവരിക്കാം. ഓക്കെ, ആൻഡ് സപ്പോസ് ദർ ഇസ് എ ട്രാൻസ്ഫർ ഓഫ് dN1 and dN2 moles of dN1 dN2 moles of the components from phase 1 to phase 2. phase 1 നിന്ന് phase 2ലേക്ക് dN1 മോളിക്യൂൾ dN1 മോൾസ് ഫസ്റ്റ് കോമ്പണൻറ്റ്, dN2 മോൾസ് സെക്കൻഡ് കോമ്പണൻറ്റ്, dN3 മോൾസ് തേർഡ് കോമ്പണൻറ്റ്, അങ്ങനെ phase 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പിന്നെ ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് നോക്കാം. dg1 ഫ്രീ എനർജി ചേഞ്ച് dg1 is equal to μ1 dN1 μ2 dN2 എക്സെട്ര അങ്ങനെ വരും. അതായത് ഫേസ് 1 ഉണ്ടാകുന്ന ഫ്രീ എനർജി ചേഞ്ചാണ് dg1. അതായത് dN1 മോൾസ് dN2 മോൾസ് സെക്കൻഡ് കോമ്പണൻറ്റ്, അങ്ങനെ ഫേസ് 1 ഫേസ് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ ഫേസ് 1 ഉണ്ടാകുന്ന ഫ്രീ എനർജി ചേഞ്ച് dg1 is equal to μ1 dN1 μ2 dN2 എക്സെട്ര അങ്ങനെ പോകും. ഫേസ് 2 ഉണ്ടാകുന്ന ഫ്രീ എനർജി ചേഞ്ച് dg2 is equal to μ1 ഡാഷ് 2 dN1 μ2 ഡാഷ് dN2, സോറി ഇവിടെ 2 ഇല്ല, dN2 എക്സെട്ര ഇങ്ങനെ പോകുന്നു. ഇനി നെറ്റ് ഗിബ്സ് എനർജി ചേഞ്ച്, ഇത് ഓരോ ഫേസിൽ ഉണ്ടാകുന്ന ഫ്രീ എനർജി ചേഞ്ച് ആണ്. നെറ്റ് ഫ്രീ എനർജി ചേഞ്ച് dg is equal to dg2 മൈനസ് dg1 ആയിരിക്കുമല്ലോ. dg2 മൈനസ് ഓരോ ഫേസിൽ ഉണ്ടാകുന്ന ഫ്രീ എനർജി ചേഞ്ച് ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ dg2 മൈനസ് dg1. അപ്പോൾ ഇവിടെ dN1 കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ dN1 പുറത്തെടുത്തു, μ1 ഡാഷ് മൈനസ് μ1 ഡാഷ് മൈനസ് μ1. ഇനി dN2 പുറത്തെടുത്തു, μ2 ഡാഷ് മൈനസ് μ2 പ്ലസ് എക്സെട്ര, അങ്ങനെ കുറേ ടേംസ് n ടേംസ് വരും അങ്ങനത്തെ. ഇനി നോക്കാം. ഇനി നമുക്കറിയാം ഇക്വിലിബ്രിയത്തിൽ നമ്മൾ തെർമോഡൈനാമിക്സ് പഠിക്കുന്നുണ്ട്. ഇക്വിലിബ്രിയത്തിൽ dg Tp is equal to 0 എന്ന് നമ്മൾ തെർമോഡൈനാമിക്സ് പഠിക്കുന്നുണ്ട്. അറ്റ് ഇക്വിലിബ്രിയം dg is equal to 0. അങ്ങനെയാണെങ്കിൽ ഈ ടേം μ1 ഡാഷ് മൈനസ് μ1 ഇൻറ്റു dN1 μ2 ഡാഷ് മൈനസ് μ2 ഇൻറ്റു dN2 പ്ലസ് എക്സെട്ര is equal to 0 ആയിരിക്കും. ഓക്കെ, ഇനി സിൻസ് ദ ട്രാൻസ്ഫർ ഓഫ് ഈച്ച് കോമ്പണൻറ്റ് ടേക്സ് പ്ലേസ് ഇൻഡിപെൻഡൻ്റ്ലി, ഓരോ കോമ്പണൻറ്റേയും ട്രാൻസ്ഫർ നടക്കുന്ന ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് dg/Tp ഓഫ് ഈച്ച് ഇൻഡിപെൻഡൻറ്റ് ട്രാൻസ്ഫർ 2 മസ്റ്റ് ബി 0. ഇതിൻ്റെ സമ്മ മാത്രമല്ല, ഇതിലെ ഓരോ ടേം എന്ന് പറയുമ്പോൾ ഓരോ കോമ്പണൻറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്ന ഫ്രീ എനർജി ചേഞ്ച് ആണ് ഇത്. അതും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ടേം എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, 0 ആയിരിക്കും. അതായത് μ1 ഡാഷ് മൈനസ് μ1 dN1 is equal to μ2 ഡാഷ് മൈനസ് μ2 dN2 is equal to പ്ലസ് അല്ല is equal to എത്ര ടേംസ് ഉണ്ടോ എല്ലാം ഈക്വൽ ആണ്, എല്ലാം ഈക്വൽ ടു 0 ആണ്. ഇനി ഈ dN1 dN2 എന്ന് പറയുന്നത് 0 ആവില്ല, കനോട്ട് ബി 0. അങ്ങനെയാണെങ്കിൽ μ1 ഡാഷ് മൈനസ് μ1 is equal to μ2 ഡാഷ് മൈനസ് μ2 is equal to എക്സെട്ര is equal to 0 എന്ന് പറഞ്ഞാൽ μ1 ഡാഷ് is equal to μ1, μ2 ഡാഷ് is equal to μ2, അതായത് μi ഡാഷ് is equal to μi അല്ലേ എന്ന് പറഞ്ഞാൽ അതാണ് കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് ഈച്ച് കോമ്പണൻറ്റ് മസ്റ്റ് ബി സെയിം ഇൻ ഓൾ ഫേസസ്. എല്ലാ ഫേസുകളിലും ഉള്ള ഓരോ കോമ്പണൻറ്റിൻ്റെയും കെമിക്കൽ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കണം. അപ്പോൾ ഫേസുകൾ തമ്മിൽ ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ടെമ്പറേച്ചർ സെയിം ആയിരിക്കണം, ടെമ്പറേച്ചർ സെയിം ആയിരിക്കണം, പ്രഷർ സെയിം ആയിരിക്കണം, എല്ലാ കോമ്പണൻസിൻ്റെയും കെമിക്കൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ദാറ്റ് ഇസ് എ കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം. ഓക്കെ, ഇനി തെർമോഡൈനാമിക് ഡെറിവേഷൻ ഓഫ് ഫേസ് റൂൾ.
ഫേസ് റൂള് നമുക്കറിയാം, എഫ് ഈസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് ടു എന്ന് പറയുന്ന നമ്മുടെ ഫേസ് റൂള് നമ്മൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടോ, അതിന് ഡെറിവേഷൻ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, വി കൺസിഡർ സിസ്റ്റം ഓഫ് സി കോമ്പണൻസ്, C1 C2 എക്സെട്ര അങ്ങനെ സി വരെയുള്ള കോമ്പണൻസ് വരുന്ന ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യാം. ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ പി ഫേസസ്, പി ഫേസ് ഉണ്ട്, ആൽഫ ബീറ്റ ഗാമ എക്സെട്ര പി ഫേസസ് ഉണ്ട്. അതിൽ ഓരോന്നിലും C1 C2 C3 ഒക്കെ എല്ലാത്തിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ സിസ്റ്റം കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ സ്മോളസ്റ്റ് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. അതാണല്ലോ, സ്മോളസ്റ്റ് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ദാറ്റ് മസ്റ്റ് ബി സ്പെസിഫൈഡ് ഇൻ ഓർഡർ ടു സ്പെസിഫൈ ദി സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം. അതാണ് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എഫ്. ആ എഫ് ഈസ് ഈക്വൽ നമുക്ക് എക്സ് മൈനസ് വൈ എന്ന് കൊടുക്കാം. എക്സ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് എക്സ് ആണെന്നിരിക്കുക. ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് എക്സ് ആണ്. വൈ ഇസ് ദ നമ്പർ ഓഫ് വേരിയബിൾസ് ഓട്ടോമാറ്റിക്കലി ഫിക്സ്. ഓട്ടോമാറ്റിക്കലായിട്ട് ഫിക്സ് ചെയ്യപ്പെടുന്ന നമ്പർ ഓഫ് വേരിയബിൾ വൈ ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് നിന്ന് ഈ വൈ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എഫ്. ഇനി ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വുഡ് ബി സെയിം ഇൻ ഓൾ ഫേസസ്. എല്ലാ ഫേസിലും ടെമ്പറേച്ചറും പ്രഷറും എന്താണ്? സെയിം ആണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ടെമ്പറേച്ചറും പ്രഷറും എല്ലാ ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ ടെമ്പറേച്ചറും പ്രഷറും എല്ലാ ഫേസിലും സെയിം ആയിരിക്കും. അതുകൊണ്ട് വി നീഡ് വൺ ടെമ്പറേച്ചർ ആൻഡ് വൺ പ്രഷർ. അതുകൊണ്ട് രണ്ട് വേരിയബിൾ എന്ന് പറയുന്ന പ്രഷറും ടെമ്പറേച്ചറും എപ്പോഴും രണ്ട് വേരിയബിൾസ് ആവും. ഓക്കെ, പ്രഷർ ടെമ്പറേച്ചർ, അപ്പോൾ രണ്ട് വേരിയബിൾ കിട്ടി, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഇനി സി കോമ്പണൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കോമ്പോസിഷൻ പറയണം? മൊത്തം സി കോമ്പോസിഷൻ ഉണ്ടാവും, പക്ഷെ അതിൽ C-1 അറിഞ്ഞാൽ മതി. കാരണം ഒന്ന് നമുക്ക് ഓൾറെഡി C-1 അറിയാമെങ്കിൽ നമുക്ക് ലാസ്റ്റ് വൺ നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് മോൾ ഫ്രാക്ഷൻ, ഇപ്പോൾ സി കോമ്പണൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, സി മോൾ ഫ്രാക്ഷൻസ് ഉണ്ടാവും. പക്ഷെ അതിൽ എല്ലാ മോൾ ഫ്രാക്ഷൻ്റെ സമ്മ് 1 ആയതുകൊണ്ട് ഒരു മോൾ ഫ്രാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. അതുകൊണ്ട് സി കോമ്പണൻസ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് കോമ്പോസിഷൻ വേരിയബിൾസ് എത്രയാണ്? C-1. അത് ഒരു ഫേസിലാണ്. ഈ കോമ്പണൻസ് ഒക്കെ എല്ലാ ഫേസിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഈ കോമ്പണൻറ്റുകൾ എല്ലാ ഫേസിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫേസിൽ തന്നെ C-1 കോമ്പോസിഷൻ വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ പി ഫേസ് ഉണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് കോമ്പോസിഷൻ വേരിയബിൾ എത്രയാണ്? P × C-1 അല്ലേ? അതായത് ഇപ്പോൾ 3 കോമ്പണൻ്റ് ആണെന്നിരിക്കുക. അപ്പോൾ കോമ്പോസിഷൻ വേരിയബിൾ ഒരു ഫേസിൽ 2 ആയിരിക്കും. അതായത് 2 മോൾ ഫ്രാക്ഷൻ അറിഞ്ഞാൽ മതി, മൂന്നാമത്തെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി 3 ഫേസ് ഉണ്ട് വിചാരിക്കാം. അപ്പോൾ ഈ 2 കോമ്പോസിഷൻ 3 ഫേസിലും ഉണ്ടാവില്ലേ? അപ്പോൾ 2 × 3 6 വരൂലേ? അതേപോലെ C-1 കോമ്പോസിഷൻ വേരിയബിൾ ഒരു ഫേസിലുണ്ട്. അപ്പോൾ പി ഫേസ് ഉണ്ടെങ്കിൽ P × C-1 അല്ലേ? അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ P × C-1 പ്ലസ് 2 എന്ന് അറിയാതാ ടെമ്പറേച്ചറും പ്രഷറുമാണ് 2. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു നമ്മുടെ ടോട്ടൽ നമ്പർ വേരിയബിൾസ് എക്സ് ഈസ് ഈക്വൽ എന്താ? P × C-1 പ്ലസ് 2 എന്ന് കിട്ടി. ഇനി നമ്മൾ വൈ കണ്ടുപിടിക്കണം. നമുക്കറിയാം കെമിക്കൽ പൊട്ടൻഷ്യൽ മ്യൂ ഓഫ് എ ഗിവൺ കോമ്പണൻറ്റ് മസ്റ്റ് ബി സെയിം ഇൻ ഓൾ ഫേസസ്. എല്ലാ ഫേസിലും കെമിക്കൽ പൊട്ടൻഷ്യൽ മ്യൂ എന്താണ്? സെയിം ഇൻ ഓൾ ഫേസസ്. എല്ലാ ഫേസിലും പൊട്ടൻഷ്യൽ സെയിം ഇൻ ഓൾ ഫേസസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോമ്പണൻറ്റ് എടുക്കുക. ഫസ്റ്റ് കോമ്പണൻറ്റ് ഇപ്പം μ1 എന്ന് വരിക ഒന്നാമത്തെ ഫേസിൽ. അത് സെക്കൻഡ് ഫേസിലും എന്തായിരിക്കും? μ1 ആൽഫ ഫേസിലാണെന്നിരിക്കുക. ഫിസിക്കൽ ടു μ1 ഡാഷ് അല്ലേ? അല്ലെങ്കിൽ സെയിം ആയിരിക്കില്ല, μ1 ഇൻ ബീറ്റ ഫേസ് അല്ലേ ഇസ് ഈക്വൽ ടു μ1 ഇൻ ഗാമ ഫേസ് എക്സെട്ര. അങ്ങനെ എത്ര ഫേസ് ഉണ്ടാവും? പി ഫേസ് ഉണ്ടാവും. അപ്പം μ1 ഇൻ പി ഫേസ്. ഇവിടെ നമുക്ക് എത്ര ഇക്വേഷൻ കിട്ടി? ഫസ്റ്റ് കോമ്പണൻറ്റ് പി അല്ലേ ഫേസുകളിലല്ലേ? അപ്പോൾ പി നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് അറിയണമല്ലോ, എന്നാൽ ബാക്കിയെല്ലാം കിട്ടുമല്ലോ. അപ്പോൾ എത്ര ഇക്വേഷൻ ഉണ്ട്? μ1 ആൽഫ ഇസ് ഈക്വൽ ടു μ1 ബീറ്റ ഇസ് ഈക്വൽ ടു μ1 ഗാമ ഇസ് ഈക്വൽ ടു എക്സെട്ര μ1 പി. അപ്പോൾ നമുക്ക് എത്ര ഇക്വേഷൻ കിട്ടും? P-1 ഇക്വേഷൻ കിട്ടും. ഇത് ഒരു അങ്ങനത്തെ എത്ര കോമ്പണൻ്റ് ഉണ്ട്? സി കോമ്പണൻസ് ഉണ്ട് അല്ലേ? ഇത് മൂവ് വേണ്ട. അപ്പം μ2 ഉണ്ടാവും. μ2 ഇൻ ആൽഫ ഇസ് ഈക്വൽ ടു μ2 ഇൻ ബീറ്റ ഇസ് ഈക്വൽ ടു μ2 ഇൻ ഗാമ ഇസ് ഈക്വൽ ടു എക്സെട്ര μ2 ഇൻ നമ്പർ ഓഫ് ഫേസ് പീത്ത് ഫേസ് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? P-1. അങ്ങനെ എത്ര എണ്ണം കിട്ടും? എത്ര കോമ്പണൻസ് ഉണ്ട്? സി കോമ്പണൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ഇക്വേഷൻ ഓട്ടോമാറ്റിക്കലി ഫിക്സ്ഡ് ആവുന്നുണ്ട്? C × P-1 അല്ലേ? അപ്പോൾ ഇക്വേഷൻസ്, അതായത് നമ്മുടെ നമ്പർ ഓഫ് അല്ലേ ഡിഗ്രീസ് ഓഫ് കോമ്പണൻസ് കാണുമ്പോൾ നമ്മൾക്ക് ഇങ്ങനൊരു ഇക്വേഷൻ വരും. അതായത് ഓട്ടോമാറ്റിക്കലി ഫിക്സ് ചെയ്യപ്പെടുന്ന ഇക്വേഷൻസ് ഓട്ടോമാറ്റിക്കലി ഫിക്സ് ചെയ്യപ്പെടുന്ന വേരിയബിൾസ് എത്രയാണ്? C × P-1 ആണ്. അതായത് y ഈസ് ഈക്വൽ ടു C × P-1 അല്ലേ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ തരുന്നു
നമ്മുടെ ഇക്വേഷൻ എന്താ? അതായത് എഫ് ഈസ് ഈക്വൽ ടു അല്ലേ, എഫ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? എഫ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ആണ്. എക്സ് നമുക്ക് കിട്ടി എന്തായിരുന്നു? പി ഇൻറ്റു സി മൈനസ് വൺ. വൈ കിട്ടി എത്രയുണ്ട്? സി ഇൻറ്റു പി മൈനസ് വൺ. അപ്പോൾ കൊടുക്കാം അല്ലേ? സോറി, എക്സ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു സി മൈനസ് വൺ പ്ലസ് ടു ഉണ്ടല്ലോ, ടെമ്പറേച്ചറും പ്രഷറും. അപ്പോൾ അതോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ പി ഇൻറ്റു സി മൈനസ് വൺ പ്ലസ് ടു മൈനസ് സി ഇൻറ്റു പി മൈനസ് വൺ. ദാറ്റ് ഇസ് ഈക്വൽ ടു പി സി മൈനസ് പി പ്ലസ് ടു മൈനസ് പി സി പ്ലസ് വൺ പ്ലസ് സി അല്ലേ? ഇപ്പോൾ പി സി ബി സി ക്യാൻസലായി. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ സി ഉണ്ട്. അപ്പോൾ സി മൈനസ് പി പ്ലസ് ടു, ദാറ്റ് ഈസ് എഫ്. എഫ് ഈസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് ടു എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഫേസ് റൂൾ. ദിസ് ഈസ് എ ഫേസ് റൂൾ. അപ്പോൾ ദിസ് ഈസ് എ തെർമോഡൈനാമിക് ഡെറിവേഷൻ ഓഫ് ഫേസ് റൂൾ. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അവസാനത്തെ പോയിന്റ് ഫേസ് ഡയഗ്രാം. ഫേസ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫേസ് ഇക്വിലിബ്രിയം റൂൾസിനെ ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതായത് ഫേസ് ഇക്വിലിബ്രിയ സ്റ്റഡീസ് ആർ മെയ്ഡ് സിംപ്ലർ ബൈ യൂസ് ഓഫ് പ്ലോട്ട്സ് വിച്ച് ഷോസ്. ഫേസ് ഇക്വിലിബ്രിയ ഡയഗ്രാം, ഫേസ് ഡയഗ്രാം ഷോ ചെയ്യുന്നത് എന്താ? ഹൗ ദ വേരിയസ് ഇക്വിലിബ്രിയ ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് കോമ്പോസിഷൻ വേരിയബിൾസ്. ഓരോ ഇക്വിലിബ്രിയയും എങ്ങനെ ടെമ്പറേച്ചറും പ്രഷറും കോമ്പോസിഷനുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ദീസ് ഡയഗ്രാംസ് ആർ കോൾഡ് ഫേസ് ഡയഗ്രാം. ഒന്നുമില്ല, ഫേസ് ഇക്വിലിബ്രിയ സ്റ്റഡീസ് നമ്മൾ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റ് ചെയ്യാണ്. അത് എന്താ ഷോ ചെയ്യുന്നത്? ഹൗ വേരിയസ് ഇക്വിലിബ്രിയ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് കോമ്പോസിഷൻ. ഓരോ ഇക്വിലിബ്രിയും ടെമ്പറേച്ചറും പ്രഷറും കോമ്പോസിഷനുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നുവെന്ന് കാണിക്കുന്ന ഡയഗ്രാംസ് ആണ് ഇത് ഫേസ് ഡയഗ്രാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൺ കോമ്പണൻറ്റ് സിസ്റ്റം ആണ്. വൺ കോമ്പണൻറ്റ് സിസ്റ്റം. അപ്പോൾ നമ്മുടെ ഫേസ് റൂൾ എന്ന് പറഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് ടു ആണല്ലോ. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു വൺ കോമ്പണൻറ്റ് ആകുമ്പോൾ സി ഈസ് ഈക്വൽ ടു വൺ. അപ്പോൾ വൺ മൈനസ് പി പ്ലസ് ടു ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് 3 മൈനസ് പി എന്ന് വരും. 3 മൈനസ് പി. അപ്പം മിനിമം നമ്പർ ഓഫ് ഫേസ് എന്ന് പറയുന്നത്, മിനിമം നമ്പർ ഓഫ് ഫേസ് മസ്റ്റ് ബി 1. ഏറ്റവും മിനിമം ഒരു ഫേസ് എങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എഫ് വിടാം. മാക്സിമം എഫ് വരുന്നത് 2 ആയിരിക്കും. അപ്പോൾ വൺ കോമ്പണൻറ്റ് സിസ്റ്റത്തിൽ മാക്സിമം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര വരിക? 2 വരുള്ളൂ. മാക്സിമം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2 വരുള്ളൂ. കാരണം സി മൈനസ് പി പ്ലസ് ടു സി 1 ആകുമ്പോൾ, വൺ കോമ്പണൻറ്റ് ആകുമ്പോൾ സി ഈസ് ഈക്വൽ ടു 1. അപ്പോൾ 1 മൈനസ് പി പ്ലസ് ടു എന്ന് പറഞ്ഞാൽ 3 മൈനസ് പി. മിനിമം നമ്പർ ഓഫ് ഫേസ് 1 എടുത്തു കഴിഞ്ഞാൽ, ഒരു ഫേസ് എങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3p1 കൊടുത്തു കഴിഞ്ഞാൽ 2 കിട്ടും. എന്ന് പറഞ്ഞാൽ വൺ കോമ്പണൻറ്റ് സിസ്റ്റത്തിൽ മാക്സിമം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര വരുള്ളൂ? 2 ആണ് വരിക. നമ്മളിതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വാട്ടർ സിസ്റ്റമാണ്. ഇതാണ് വാട്ടർ സിസ്റ്റത്തിൻ്റെ ഫേസ് ഡയഗ്രാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഈ ഏരിയ, ഇവിടെ 3 ഏരിയ ഉണ്ട്. ഇതൊരു ഏരിയ ആണ്, ഇതൊരു ഏരിയ ആണ്, ഇത് മൂന്നാമത്തെ ഏരിയ. ഈ ഏരിയത്തിൽ ഐസ് മാത്രമേ ഉള്ളൂ. ഒരു ഫേസ്, ഇതൊരു ഫേസ്, ഐസ് എന്ന് പറയുന്ന ഫേസ് മാത്രമേ ഉള്ളൂ. ഇത് വാട്ടർ ഫേസ് ആണ്, ലിക്വിഡ് ഫേസ് ആണ്. ഇത് ഗ്യാഷ്യസ് ഫേസ് ആണ്, വാട്ടർ വേപ്പർ. ഓക്കെ, പിന്നെ 3 ലൈൻസ് ഉണ്ട്. ലൈൻസ് അതിന് ഈ പോയിന്റ് ഒ എന്ന് കൊടുക്കുകയാണ്, ഇത് എ എന്ന് കൊടുക്കുകയാണ്, ഇത് ബി എന്ന് കൊടുക്കുകയാണ്, ഇത് സി എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഒ എ എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്, ഒ ബി എന്ന് പറയുന്ന ലൈൻ ഉണ്ട്, ഒ സി എന്ന് പറയുന്ന ലൈൻ ഉണ്ട്. നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. ആദ്യം ഇതിലെ ഓരോ ഏരിയ നോക്കാം. ഓരോ ഏരിയയും എന്താണ്? സിംഗിൾ ഫേസ് സിസ്റ്റമാണ്, സിംഗിൾ ഫേസ് ആണ്. ഓരോ ഏരിയയിലും ഒരു ഫേസ് മാത്രമേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് ഏരിയ, ഞാൻ ഈ ഏരിയ നോക്കുന്നു, ഒ സി ബി. ഒ സി ബി എന്ന് പറയുന്ന ഏരിയ, അതിൽ ആരാളുള്ളത്? ഒ സി ബി എന്ന് പറയുന്ന ഏരിയ ആരാണ്? ഐസാണ് അല്ലേ? പിന്നെ ഏരിയ, ഈ ഏരിയ വാട്ടർ, അതായത് ഒ സി എ. ഒ സി എ എന്ന് പറയുന്നത് വാട്ടർ മാത്രമുള്ള ഒരു സിംഗിൾ ഫേസ് ഏരിയ ആണ്. അതേപോലെ ഒ ബി എ എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് വാട്ടർ വേപ്പറാണ്. വാട്ടർ വേപ്പർ. ഈ ഏരിയയിൽ നമ്മൾ ഫേസ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് ടു ആണല്ലോ. അപ്പോൾ നമ്പർ ഓഫ് കോമ്പണൻറ്റ് 1 ആണല്ലോ. കാരണം വാട്ടർ സിസ്റ്റത്തിൽ വാട്ടർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് കോമ്പണൻറ്റ് 1 ആണ്. വൺ കോമ്പണൻറ്റ് സിസ്റ്റമാണ്. എത്ര ഫേസ് ഉണ്ട് ഏരിയയിൽ? ഓരോ ഏരിയയിലും ഒരു ഫേസേ ഉള്ളൂ. സോറി, സി മൈനസ് ആണ്, സി മൈനസ് പി പ്ലസ് ടു. അപ്പോൾ -1 + 2.
അപ്പോൾ 2 വരിക. എന്ന് പറഞ്ഞാൽ ഈച്ച് ഏരിയ ഈസ് ബൈവാലൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ആ ഏരിയയിലുള്ള ഒരു സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ, ഓരോ ഏരിയയിലുള്ള ഒരു സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ വി നീഡ് 2 വേരിയബിൾസ്. ഏരിയ ബൈവാരി എന്ന് പറയുന്ന അർത്ഥം എന്താ? ആ ഏരിയയിലുള്ള ഒരു സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ വി നീഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, അല്ലേ? ടെമ്പറേച്ചർ പ്രഷർ വേണമല്ലോ. ഇവിടെയുള്ള ഈ ഒരു പോയിന്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഏത് ടെമ്പറേച്ചറാണ് ഏത് പ്രഷർ നമ്മൾ എന്ത് ചെയ്യണം, പറയണം. ഓക്കെ, അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ബൈവേരിയൻ്റ് ആണ്, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ കർവ്സ് ആണ്. ഓരോ കർവ് എന്ന് പറയുമ്പോൾ എന്താണ്, 2 ഫേസുകൾ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സ്റ്റേറ്റ് ആണ്. ഉദാഹരണത്തിന് നമ്മളിവിടെ ഒ എ എന്ന് പറയുന്ന കർവ് എടുക്കുക. ഈ ഒ എന്ന് പറയുന്ന കർവ്, ഈ ഒ എന്ന കർവിൽ ആരൊക്കെ ഇക്വിലിബ്രിയത്തിലുള്ളത്? വാട്ടർ ആൻഡ് വേപ്പർ ആർ ഇൻ ഇക്വിലിബ്രിയം, അല്ലേ? അപ്പോൾ ഈ കർവിൽ നമ്പർ ഓഫ് ഫേസസ് എത്രയാണ്? ഫേസ് 2 ആണ്. 2 ഫേസുകൾ ഇക്വിലിബ്രിയത്തിലുള്ള സ്റ്റേറ്റ് ആണ് ഇത് കർവ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലേ? കർവ് എന്ന് പറയുമ്പോൾ ആ കർവിൽ 2 ഫേസുകൾ ഇക്വിലിബ്രിയത്തിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ് കർവ് വരിക. ആ ലൈൻ വരിക, കർവ്ഡ് ലൈൻസ്. ആ ലൈൻസ് കർവ് അല്ലെങ്കിൽ ലൈൻസ് എന്ന് പറയാം. ലൈൻസ് നേരത്തെ നമ്മൾ ഏരിയ ആണ് പറഞ്ഞു, പിന്നെ ലൈൻസ് ആണ്. അപ്പോൾ ഓരോ ലൈനും അല്ലെങ്കിൽ ഓരോ കർവും എന്താണ്, 2 ഫേസ് ഉണ്ടാവും. കാരണം 2 സ്റ്റേറ്റുകൾ തമ്മിൽ ഇക്വിലിബ്രിയത്തിലിരിക്കും. ഇപ്പോൾ ഒ എ എന്ന് പറയുന്ന സാധനമാണെങ്കിൽ വാട്ടർ വേപ്പർ ഇക്വിലിബ്രിയം ആയിരിക്കും. ഇനി ഒ ബി ആണെങ്കിൽ ഇവിടെ ആരൊക്കെ ഇക്വിലിബ്രിയത്തിലുള്ളത്? H2O, അല്ലേ? ഈ ഒ ബി എന്ന് പറയുന്ന ലൈനിൽ ആരൊക്കെ ഉണ്ടാവും? H2O സോളിഡ്, അതായത് ഐസ്. പിന്നെ ആരാണ്? H2O ഗ്യാസ്, അല്ലെങ്കിൽ ഐസ് വേപ്പർ ഇക്വിലിബ്രിയാണ്. ഓക്കെ, പിന്നെ അത് ലൈനുള്ളത് ഒ സി എന്ന് പറയുന്ന ലൈന്. ഈ ഒ സി എന്ന് പറയുന്ന ലൈനിൽ ആരൊക്കെ ഇക്വിലിബ്രിയം? ഐസും വാട്ടർ ഇക്വിലിബ്രിയാണ്. ഐസ് വാട്ടർ ഇക്വിലിബ്രിയം, അല്ലേ? അപ്പോൾ 2 ഫേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫേസ് റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ F ഈസ് ഈക്വൽ ടു C മൈനസ് പി പ്ലസ് 2, C മൈനസ് പി പ്ലസ് 2. അപ്പോൾ C 1 ആണല്ലോ, നമ്പർ ഓഫ് കോമ്പണൻറ്റ് 1 ആണല്ലോ. ഇനി ലൈൻസിൽ 2 ഫേസ് ഉണ്ട്, 2 പ്ലസ് 2. അപ്പോൾ എത്ര വരിക? -1 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 1. എന്ന് പറഞ്ഞാൽ ഈച്ച് ലൈൻ ഈസ് മോണോവേരിയൻ. ഓരോ ലൈനും എന്താണ്? മോണോവേരിയൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഓരോ ലൈനിലുള്ള ഒരു പോയിന്റ്, ഇപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ എനിക്ക് എന്തറിഞ്ഞാൽ മതി? ഒന്നുകിൽ ഈ പ്രഷർ അറിഞ്ഞാൽ മതി, കാരണം ടെമ്പറേച്ചർ ഫിക്സ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ ടെമ്പറേച്ചർ അറിഞ്ഞാൽ ഈ ലൈനിൽ ഏതാ പ്രഷർ നമുക്ക് ഫിക്സ്ഡ് ആയിരിക്കും. കാരണം ഐസ് വാട്ടർ അല്ലെങ്കിൽ വാട്ടർ വേപ്പർ ഐസ് വേപ്പർ അല്ലെങ്കിൽ വാട്ടർ വേപ്പർ ഇക്വിലിബ്രിയത്തിൽ ഓരോ ടെമ്പറേച്ചറിലും പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കുമല്ലോ, കോൺസ്റ്റൻ്റ് ആയിരിക്കുമല്ലോ. ഒരു ടെമ്പറേച്ചറിൽ വേപ്പറിൻ്റെ പ്രഷറത്തെ നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. അതുകൊണ്ട് ഇത് മോണോവേരിയൻ്റ് ആണ്. ഈച്ച് ലൈൻ ഈസ് മോണോവേരിയൻ. വി നീഡ് ഓൺലി 1 വേരിയബിൾ ടു സ്പെസിഫൈ ദി സ്റ്റേറ്റ് ഇൻ ലൈൻ. ആ ലൈൻസിലുള്ള സ്റ്റേറ്റ് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് മതി? ഒരു വേരിയബിൾ ആണ്, അതിന് ടെമ്പറേച്ചർ ഓർ പ്രഷർ. ഓക്കെ, ഇനി ട്രിപ്പിൾ പോയിന്റ്. ഈ ഒ എന്ന് പറയുന്ന പോയിന്റ്, അവിടെ ആരൊക്കെ തമ്മിൽ ഇക്വിലിബ്രിയം ഉണ്ട്? ഈ പോയിന്റിൽ 3 ആണ് ഇക്വിലിബ്രിയം ഉണ്ട്, വാട്ടറും ഐസും വാട്ടർ വേപ്പറും. അപ്പോൾ ഇവിടെ 3 ഇക്വിലിബ്രിയം ഉണ്ട്, ഐസ് വാട്ടർ വേപ്പർ. ഇവർ 3 തമ്മിൽ ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റാണിത് ഒ എന്ന് പറയുന്ന പോയിന്റ്, അല്ലേ? ആ പോയിന്റ് നമ്മൾ ട്രിപ്പിൾ പോയിന്റ് എന്ന് വിളിക്കുക. 3 ഇക്വിലിബ്രിയത്തിലുള്ള പോയിന്റാണിത് ട്രിപ്പിൾ പോയിന്റ്. ഓക്കെ, അവിടെ നമ്പർ ഓഫ് ഫേസ് എത്രയാണ്? അപ്പോൾ 3 ഫേസ് ഉണ്ട്, ഐസ് ഉണ്ട്, വാട്ടർ ഉണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്, ഫേസ് 3. അപ്പോൾ എഫ് എത്ര വരിക? C മൈനസ് പി പ്ലസ് 2. അപ്പോൾ 1 ഫേസ് ആണ്, 1 കോമ്പണൻ്റ് ആണ്, ഫേസ് 3 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വരിക. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻവേരിയൻറ്റ്. അതായത് ട്രിപ്പിൾ പോയിന്റിൽ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോമ്പോസിഷൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല, കാരണം 1 കോമ്പണൻ്റ് ആയതുകൊണ്ട് കോമ്പോസിഷൻ എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. 1 കോമ്പണൻ്റ് സിസ്റ്റത്തിൽ കോമ്പോസിഷൻ പറയേണ്ടതില്ല, ഇറ്റ് ഈസ് ഫിക്സ്ഡ് ആണ്. ടെമ്പറേച്ചർ പ്രഷറാണ് പറയേണ്ടത്. ട്രിപ്പിൾ പോയിന്റിൽ ടെമ്പറേച്ചറും പ്രഷറും ഫിക്സ്ഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ പോയിന്റ് നടക്കുന്നത് ഓൺലി അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ആൻഡ് പെർട്ടിക്കുലർ പ്രഷർ. നോക്കി ഇവിടെ കാണാം, ടെമ്പറേച്ചർ എപ്പോഴും എത്രയായിരിക്കും? 0.0099 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ ട്രിപ്പിൾ ബോണ്ടിൽ. പ്രഷർ നോക്ക്, ഇതാ പ്രഷർ ഈസ് ഈക്വൽ ടു 4.58 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. ഈ ഒരു കണ്ടീഷനിൽ മാത്രമേ ട്രിപ്പിൾ ബോണ്ട്, വാട്ടറിൻ്റെ കേസിൽ ട്രിപ്പിൾ ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഈ പ്രഷറിലും ഈ ടെമ്പറേച്ചറിലും മാത്രമേ ഇത് 3 ഇക്വിലിബ്രിയത്തിൽ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം ഫിക്സ്ഡ് ആണ്, അതുകൊണ്ട് അത് ഇൻവേരിയൻ്റ് ആണ്. ഇപ്പോൾ ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്ന പോയിന്റ്
ഇൻവേരിയൻ്റ് ആണ്. അവിടെ 3 ഫേസുകൾ തമ്മിൽ ഇക്വിലിബ്രിയത്തിലാണ്. നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? 0 ആണ്. ഇറ്റ് ഈസ് ഇൻവേരിയൻ്റ് ആണ്. ഓക്കെ ഓക്കെ ഇനി വൺ കോമൺ സിസ്റ്റത്തിൽ നമുക്ക് ഇനി സൾഫർ സിസ്റ്റം കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഐ എം സ്റ്റോപ്പിംഗ് ഹിയർ. താങ്ക് യു.